കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി നികുതി വിഹിതം കുറച്ചെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ. എല്ലാ സംസ്ഥാനങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട്. നികുതി വർദ്ധിപ്പിക്കാൻ അധികാരം GST കൗൺസിലിനാണ്. 2 വർഷം കൊണ്ട് 4000 കോടി രൂപയാണ് നികുതി ശേഖരിച്ചതെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണം നമുക്ക് നടത്താൻ പറ്റി. നികുതി വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുകയാണ്. നികുതി വർദ്ധിപ്പിക്കാൻ നമുക്കിപ്പോൾ അവകാശമില്ല. GST കൗൺസിലിന് മാത്രമേ നികുതി തീരുമാനിക്കാൻ പറ്റൂ. ആ നികുതി അവിടെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചിട്ടും നമ്മൾ വലിയ തോതിൽ 124,000 കോടിയാണ് 2 വർഷം കൊണ്ട് നികുതി വർദ്ധിപ്പിച്ചത്. സാർ, അക്കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, നമ്മുടെ ചെലവുകൾ ചുരുക്കാതെ കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കമലേഷ് സക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. കമലേഷ്, ഈ നിയമസഭയിൽ പ്രധാനമായും ധനമന്ത്രി വെച്ചത് കേന്ദ്ര നടത്തുന്ന ദ്രോഹങ്ങൾ, ധനപരമായ കാര്യങ്ങളിൽ പുതിയ ധനകാര്യ കമ്മീഷൻ അടക്കമുള്ളവ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളൊക്കെ സംസ്ഥാനത്തെ എങ്ങനെ ഞെരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നികുതി പിരിവിലേക്കാണ് പോയതെങ്കിൽ അത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ്. കൃത്യമായി നികുതി പിരിവുകൾ നടന്നിട്ടുണ്ട്. അത് 4000 കോടി രൂപ ആണ് കൃത്യമായി നികുതി വർദ്ധിപ്പിക്കാതെ തന്നെ പിരിച്ചെടുത്ത സംസ്ഥാനം. എന്തൊക്കെയാണ് രമേശ് ചെന്നിത്തലയും ധനമന്ത്രിയും കൊമ്പ് കോർക്കുന്ന കാഴ്ചകൾ നിയമസഭയിൽ കണ്ടല്ലോ. എന്തൊക്കെയാണത് വിശദാംശങ്ങൾ? അജിംഷാദ്, സംസ്ഥാനത്തെ ധനപ്രതിസന്ധി ഏത് നിലയിലാണ് സംസ്ഥാനത്തെ ബാധിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ധനമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ വലിയ ഒരു നയപരമായ ചില പ്രശ്നങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ സംസ്ഥാനത്തിന് വലിയ ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ചോദ്യോത്തരവേളയിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ഏറ്റവും പ്രധാനമായി ഈ നിമിഷം നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംസ്ഥാനത്തിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതും കൊണ്ടാണ് ഈ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. ഇക്കാര്യം, ഈ സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് റോജി എം. ജോൺ സമർപ്പിച്ചത്. ഇത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ